കഴിഞ്ഞ ആഴ്ച ഒരു പ്രായമുള്ള വ്യക്തിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അയാൾ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. വീട്ടിനകത്തൂടെ നടക്കുമ്പോൾ തന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോവാണ്. മക്കൾക്ക് ഉറപ്പായിരുന്നു ഇയാൾക്ക് മറവി രോഗമാണ്, അതായത് ഡിമെൻഷ്യയാണ്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അയാളുടെ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പറ്റി. അത് മറവി രോഗമൊന്നുമല്ല, അതിനേക്കാളും എത്രയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാളും അപകടമുള്ളത് സോഡിയം കുറയുന്ന അസുഖം അഥവാ ഹൈപ്പോനെട്രീമിയ. വളരെ സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ പ്രായമുള്ളവരിൽ അത് കണ്ടെത്താതെ പോകുന്നുണ്ട്. അധികം ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. സോഡിയം കുറയാന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഒരു അസുഖമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നണമെന്നില്ല. നിങ്ങൾ ആലോചിക്കുക, സോഡിയം എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ഒരു ഇലക്ട്രിക്കൽ സ്റ്റെബിലൈസർ ആണ്. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിനായാലും ടിവിക്കും എ സിക്കൊക്കെ ഒരു സ്റ്റെബിലൈസർ ഉണ്ടാവുമല്ലോ, അതുപോലെ സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ നീര് വന്നിട്ട് വീർക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ സ്പോഞ്ചിൽ വെള്ളമിടുന്ന പോലെയാണ്. തലച്ചോറ് ഇങ്ങോട്ട് നനഞ്ഞു വീർക്കും. അപ്പോൾ തലച്ചോറിനകത്തെ സിഗ്നലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകെ താളം തെറ്റും. നമുക്കൊരു കൺഫ്യൂഷനൊക്കെ വന്ന് തുടങ്ങും. സംസാരത്തിൽ മാറ്റങ്ങൾ വരും, മറവി വരും, നടക്കുമ്പോഴൊക്കെ വീഴാൻ പോകും. പലപ്പോഴും പ്രായമുള്ള വ്യക്തികളിൽ ഇത് ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാറുണ്ട്. അതല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖം കൊണ്ട് വരാം, അതും അല്ലെങ്കിൽ അമിതമായിട്ട് വെള്ളം കുടിച്ചാൽ വരാം. മാത്രമല്ല ഒരു അസുഖം ഇല്ലാതെയും ഇത് സംഭവിക്കാം. ഇതിന്റെ പേരാണ് ഏജ് റിലേറ്റഡ് ഹൈപ്പോനെട്രീമിയ, പ്രായം കൊണ്ടുവരുന്ന സോഡിയം കുറവ്. ഇതൊരു ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് പല ആളുകളിലും ഇത് കണ്ടെത്താതെ പോകുന്നത്. രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബന്ധുക്കളിൽ പ്രത്യേകിച്ച് പ്രായമായ ആളുകളിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മറവിയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലഡിൽ സോഡിയം ഒന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് അനാവശ്യമായിട്ട് അമിതമായി വെള്ളം കുടിക്കുന്നത് ചിലർക്കെങ്കിലും അപകടമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത് പ്രായം ചെന്ന ആളുകൾ കഴിക്കുന്ന പല മരുന്നുകളിലും സോഡിയം കുറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക. നാലാമത്തത് നമ്മൾ കഴിക്കുന്ന ഉപ്പിലൊരു ബാലൻസ് നിലനിർത്തുക. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ ചെയ്താലേ നമ്മുടെ തലച്ചോറും നാഡികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അഞ്ചാമതായിട്ട് പ്രായമുള്ളവരിൽ പ്രത്യേകിച്ച് കൃത്യമായ ഇടവേളകളിൽ ബ്ലഡിൽ സോഡിയം ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുവഴി സൈലന്റ് ആയിട്ടുള്ള സോഡിയം കുറവ് അപകടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആറാമതായിട്ട് അമിതമായ ക്ഷീണം അതല്ലെങ്കിൽ വീഴാൻ പോവൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അനാവശ്യമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത് നമുക്ക് തടയാൻ സാധിക്കും.